തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ന് ടൂറിസത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ആ ഗണത്തിൽ മുൻനിരയിലുള്ള രാജ്യമാണ് ഫിലിപ്പീൻസ്. വിനോദസഞ്ചാരം മാത്രമല്ല, വാണിജ്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിലും ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനില ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ദുബായ് പോലെയുള്ള രാജ്യങ്ങളാണ് മനിലയുടെ മാതൃക. ലഭ്യമായ ഓരോ ഇഞ്ച് സ്ഥലവും അതിമനോഹരമായും ആസൂത്രിതമായും വികസിപ്പിക്കുന്നതിൽ മനിലയുടെ നേതൃത്വം മിടുക്ക് കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗരത്തിലെത്തുന്ന വിദേശികരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ളത്. പോകാം മനിലയുടെ നഗര കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് മനില നഗരത്തിലെ പ്രധാനപ്പെട്ട 10 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഇൻട്രാമുറോസ്, തുടർന്ന് ക്വിൻഡ മാർക്കറ്റ്, പിന്നെ റിസാൽ പാർക്ക്, അടുത്തത് മനില ഓഷ്യൻ പാർക്ക്, തുടർന്ന് റോക്സാസ് ബൊളേവാർഡ്, പിന്നെ മക്കാത്തി, അവിടെ നിന്നും ഒക്കാഡ മനില, തുടർന്ന് അഗ്നാൾഡോ ഷ്രൈൻ, പിന്നെ തഗായ്തായ്, അവസാനമായി കൊറേഗിഡോർ ഐലൻഡ്. ആദ്യം നാം പോകുന്നത് കൊളോണിയൽ ഭരണകാലത്ത് സ്പെയിൻകാർ നിർമ്മിച്ച നഗരഭാഗത്തേക്കാണ്. ഇൻട്രാമുറോസ് കോട്ടയ്ക്കുള്ളിലെ പട്ടണമെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. നിരവധി ചരിത്ര നിർമ്മിതികൾ ഇൻട്രാമുറോസിൽ ഉൾപ്പെടുന്നുണ്ട്. സാന്റിയാഗോ കോട്ടയാണ് ഇതിൽ പ്രധാനം. ഫിലിപ്പീൻസിലെ സ്പാനിഷ് കോളനിയുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഇവിടം. അതുകൊണ്ട് തന്നെ അതിശക്തമായ സുരക്ഷയാണ് കോട്ടയിൽ ഏർപ്പെടുത്തിയിരുന്നത്. വെള്ളം നിറച്ച വലിയ കിടങ്ങുകൾ, വമ്പൻ കോട്ടവാതിലുകൾ, ഉയരമേറിയ മതിലുകൾ എന്നിവയൊക്കെ കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ കാണാം. ഈ പ്രതിരോധങ്ങൾ മറികടന്ന് ഉള്ളിൽ കടക്കുക അസാധ്യമായിരുന്നു. കോട്ടയ്ക്കും നഗരത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇവിടം കേന്ദ്രീകരിച്ചാണ് സജ്ജമാക്കിയിരുന്നത്. ഇതിനായി സ്ഥാപിച്ച പീരങ്കികൾ, സൈനിക ബങ്കറുകൾ എന്നിവയൊക്കെ കോട്ടയിലുണ്ട്. ഫിലിപ്പീൻസ് സ്വാതന്ത്ര്യ സമര നായകൻ ഹോസെ റിസാലിനെ അവസാനമായി പാർപ്പിച്ചതും വധിച്ചതും ഇവിടെ വച്ചായിരുന്നു. റിസാലിന്റെ സ്മരണം നിലനിർത്തുന്ന ഒരു മ്യൂസിയം കോട്ടയിൽ സന്ദർശിക്കാം. ദേവാലയങ്ങളാണ് ഇൻട്രാമുറോസിലെ മറ്റൊരു പ്രധാന കാഴ്ച. 16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ദേവാലയങ്ങൾ ഇന്നും സജീവമാണ്. അതോടൊപ്പം കൊളോണിയൽ കാലത്തെ ആരാധനാ ചരിത്രം പറയുന്ന മ്യൂസിയങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച സ്പാനിഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും ഇൻട്രാമുറോസിനെ ആകർഷകമാക്കുന്നുണ്ട്. ഇനി കാണേണ്ടത് ക്വിൻഡ മാർക്കറ്റാണ്. മനില നഗരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ലോക്കൽ മാർക്കറ്റാണിത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും സാധാരണക്കാരായ മനുഷ്യരെയും അവരുടെ സ്വാഭാവിക ജീവിതവും കാണാനാകുമെന്നതാണ് ചന്തകളുടെ പ്രത്യേകത.
അതുകൊണ്ട് തന്നെ സിറ്റി ടൂറിൽ മാർക്കറ്റുകൾ സന്ദർശിക്കുക എന്നത് പ്രധാനവുമാണ്. കിൻഡ മാർക്കറ്റിൽ പ്രധാന പാതകളിലും ഇടറോഡുകളിലും ചുറ്റുമുള്ള കെട്ടിടങ്ങളിലുമെല്ലാം കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വഴിയോരത്തെ സ്റ്റാളുകളാണ് ഇവിടെ ടൂറിസ്റ്റുകളെ കൂടുതൽ ആകർഷിക്കുന്നത്. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, പലഹാരങ്ങൾ എന്നിങ്ങനെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകൾ ഇതിൽ ഉൾപ്പെടും. ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടാണ് കരകൗശല വസ്തുക്കൾ വിൽപ്പനയ്ക്ക് നിരത്തിയിരിക്കുന്നത്. ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായ പലതരം ഉപകരണങ്ങൾ, കലാസൃഷ്ടികൾ എന്നിവയെല്ലാം ഇവിടെ നിന്നും വാങ്ങാനാകും. പഴം, പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം മാർക്കറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴങ്ങളും പച്ചക്കറികളും മറ്റും അടുക്കിയിരിക്കുന്നത് പോലും ഇവിടെ ഭംഗിയുള്ള കാഴ്ചയാകുന്നു. സ്ട്രീറ്റ് ഫുഡാണ് കിൻഡ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത. മാർക്കറ്റിൽ എങ്ങും കാണാം വഴിയോരത്തും കെട്ടിടങ്ങളിലുമായുള്ള ഭക്ഷണശാലകൾ. തട്ടുകടകളിൽ തനത് നാടൻ വിഭവങ്ങളാണ് അപ്പപ്പോൾ തയ്യാറാക്കി നൽകുന്നത്. ഇവ വളരെ രുചികരമാണെന്ന് മാത്രമല്ല, ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും രസകരമായ കാഴ്ചയാണ്. അടുത്തതായി നമുക്ക് നഗരത്തിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രമായ റിസാൽ പാർക്കിലെ കാഴ്ചകളിലേക്ക് പോകാം. ഫിലിപ്പീനോ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിലൂടെ നാഷണൽ ഹീറോ ആയി മാറിയ ഹോസെ റിസാലിന്റെ പേരിലുള്ള ഉദ്യാനമാണിത്. 140 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിന് ഫിലിപ്പൈൻ ചരിത്രത്തിലും നിർണായക സ്ഥാനമുണ്ട്. ഫിലിപ്പിനോ സംസ്കാരത്തിന്റെ വൈവിധ്യം ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ കണ്ടറിയാനാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ടെന്നതാണ് കാരണം. ടൂറിസ്റ്റുകളും ഒഴിവു സമയം ചിലവിടാനെത്തുന്ന നഗരവാസികളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇവരുടെ വസ്ത്രത്തിലും ഭാഷയിലും രൂപത്തിലും പ്രവൃത്തിയിലുമൊക്കെ പ്രാദേശികമായ വ്യത്യാസങ്ങൾ കാണാനാകും. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസിന്റെ ഒരു പരിച്ഛേദമാണ് ഈ പാർക്ക് എന്ന് പറയാം. തിരക്കുകൾക്ക് വിട നൽകി മനില നഗരവാസികൾ സൗഹൃദ സംഭാഷണങ്ങൾക്കായി ഒത്തുചേരുന്ന ഇടങ്ങളിൽ ഒന്നാണിത്. കുട്ടികളുമൊത്ത് ധാരാളം കുടുംബങ്ങളും ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടികൾക്കായി പാർക്കുകളും ടോയ് ട്രെയിൻ പോലെയുള്ള രസകരമായ ആക്ടിവിറ്റികളും പാർക്കിൽ സജ്ജമാണ്. നഗരത്തിലെ ഭൂരിഭാഗം മ്യൂസിയങ്ങളും റിസാൽ പാർക്കിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതിനാൽ ഇവിടം ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറുന്നു. നാഷണൽ ഫൈൻ ആർട്സ് മ്യൂസിയം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, ഓഷ്യൻ പാർക്ക്, നാഷണൽ ലൈബ്രറി എന്നിവയെല്ലാം പാർക്കിലാണ് ഉള്ളത്. ഈ പ്രദർശന കേന്ദ്രങ്ങളെല്ലാം വിശദമായി കണ്ടു തീർക്കണമെങ്കിൽ പോലും കുറഞ്ഞത് 2 ദിവസം വേണ്ടിവരും. നിരവധി ഓപ്പൺ എയർ തിയേറ്ററുകൾ പാർക്കിൽ പല ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട്. ഈ വേദികളിൽ കലാപരിപാടികൾ പതിവായി അരങ്ങേറുന്നു. ഫിലിപ്പൈൻ ചരിത്രത്തിലെ പ്രമുഖ വ്യക്തികളുടെയെല്ലാം പ്രതിമകൾ പാർക്കിൽ പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇവർ നൽകിയ സംഭാവനകളും വിശദമാക്കുന്നു. തദ്ദേശീയ രുചിക്കൂട്ടുകൾ ആസ്വദിക്കാനും മികച്ച ഇടമാണ് റിസാൽ പാർക്ക്. തനത് ഫിലിപ്പൈൻ ഭക്ഷണങ്ങൾ സ്റ്റാളുകളിലും റെസ്റ്റോറന്റുകളിലും ലഭ്യമാകും. സായന്തനങ്ങളിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ റിസാൽ പാർക്ക് കൂടുതൽ ഗംഭീരമായ കാഴ്ചയായി മാറും.
ഇനി കാണേണ്ടത് മനില ഓഷ്യൻ പാർക്കാണ്. ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ള ജലജീവി പ്രദർശന കേന്ദ്രം. വ്യത്യസ്ത ജല ആവാസ മേഖലകളിൽ വസിക്കുന്ന 15,000-ലധികം ജീവികളെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്പീഷീസിനും വേണ്ടി സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ ടാങ്കിനുള്ളിൽ കൃത്രിമമായി സജ്ജീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സമുദ്രജലത്തിലും ശുദ്ധജലത്തിലും കാണപ്പെടുന്ന ജീവിവർഗങ്ങൾ ഇവിടെയുണ്ട്. ആവാസ മേഖല അടിസ്ഥാനമാക്കി പല വിഭാഗങ്ങളായി പ്രദർശനം ക്രമീകരിച്ചിരിക്കുന്നു. അത്യാധുനികവും ഗംഭീരവുമാണ് ഓഷ്യൻ പാർക്കിന്റെ രൂപകൽപ്പന. ജീവികളെ പ്രദർശിപ്പിച്ചിട്ടുള്ള ടാങ്കുകളും ദൃശ്യാനുഭവം മുൻനിർത്തി മനോഹരമാക്കിയിട്ടുണ്ട്. ലൈറ്റിംഗ് സംവിധാനങ്ങളുടെ ഉപയോഗം ഇവിടെ കാഴ്ച കൂടുതൽ മികവുറ്റതാക്കുന്നു. കോറൽ ആവാസ വ്യവസ്ഥയിൽ നിന്നുമുള്ള ജീവികളെ ഉൾപ്പെടുത്തിയ ദി റീഫാണ് ഇവിടെ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു വിഭാഗം. പ്രദർശനം കൂടാതെ പലതരം ഷോകളും ഓഷ്യൻ പാർക്കിൽ അരങ്ങേറുന്നുണ്ട്. സീ ലയൺ, പലയിനം പക്ഷികൾ എന്നിവയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രദർശനങ്ങളാണിവ. ഇപ്പോൾ ഒരു വാട്ടർ പാർക്കും മ്യൂസിയത്തോട് ചേർന്ന് പ്രവർത്തന സജ്ജമാണ്. നിരവധി റെസ്റ്റോറന്റുകൾ പാർക്കിൽ പലയിടങ്ങളിലായുണ്ട്. ഇതിലൊന്ന് മനില ഉൾക്കടൽ തീരത്താണുള്ളത്. സൺസെറ്റ് കണ്ടുകൊണ്ട് ഭക്ഷണം ആസ്വദിക്കാൻ മികച്ച ഡെസ്റ്റിനേഷനാണിത്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനി നമുക്ക് ഉൾക്കടൽ തീരത്തുള്ള പ്രൊമനേഡിലേക്ക് പോകാം. റോക്സാസ് ബൊളേവാർഡ് എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. മനില ഉൾക്കടലിന്റെ മനോഹരമായ ദൃശ്യങ്ങളും സൂര്യാസ്തമയ കാഴ്ചകളുമാണ് പ്രൊമനേഡിന്റെ മുഖ്യ ആകർഷണം. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ തിരക്കേറും. കാഴ്ചകൾ കണ്ടു നടക്കാൻ ബേവാക്ക് എന്ന നടപ്പാത തീരത്തുകൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വിശ്രമിക്കാനും സമയം ചിലവഴിക്കാനും വേണ്ട സൗകര്യങ്ങളും സജ്ജമാണ്. ഉൾക്കടലിന് എതിർവശത്ത് കെട്ടിടങ്ങൾ നിറഞ്ഞ നഗരഭാഗമാണുള്ളത്. മനിലയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണിവിടം. സന്ധ്യയാകുമ്പോൾ വിളക്കുകൾ തെളിയുന്നതോടെ ഈ കെട്ടിടങ്ങളും ഒരു മനോഹര കാഴ്ചയാകും. ഇനി കാണേണ്ടത് മനിലയുടെ ഡൗൺ ടൗൺ ഏരിയയാണ്. മക്കാത്തി നഗരത്തിന്റെ വാണിജ്യ കേന്ദ്രം. പ്രധാനപ്പെട്ട കമ്പനികളുടെയെല്ലാം ആസ്ഥാനങ്ങൾ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്നു. അയാല അവന്യൂ ആണ് മക്കാത്തിയിലെ പ്രധാന സ്ട്രീറ്റ്. അതിമനോഹരമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള പാതയുടെ വശങ്ങളിൽ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുകയാണ്. ദുബായ് എന്നോ സിംഗപ്പൂർ എന്നോ തോന്നും വിധമുള്ള കാഴ്ച. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാന് തൊട്ടു പിന്നിലായി സാമ്പത്തിക വളർച്ചയിൽ മുന്നിലുള്ള ഫിലിപ്പീൻസിന്റെ സാമ്പത്തിക ശക്തിയുടെ മുഖമാണ് ഈ ഡൗൺ ടൗൺ. ഡൗൺ ടൗണിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നത് തന്നെ രസകരമായ ആക്ടിവിറ്റിയാണ്. മ്യൂസിയങ്ങൾ, തിയേറ്ററുകൾ, മാളുകൾ എന്നിവയെല്ലാം പാതയുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ധാരാളം ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളും.
ഗ്രീൻ ബെൽറ്റ് പാർക്ക് എന്ന ഉദ്യാനം ഡൗൺ ടൗണിലെ ഒരു പ്രധാന കാഴ്ചയാണ്. സ്ക്വയർ ഫീറ്റിന് ലക്ഷങ്ങൾ വിലയുള്ള പ്രദേശത്ത് ഒരുക്കിയിട്ടുള്ള ഹരിതോദ്യാനം നഗരാസൂത്രണത്തിന്റെ മികച്ച മാതൃകയായി ഇതിനെ കണക്കാക്കാം. സമീപത്തെ കമ്പനികളിലെ ജീവനക്കാർക്ക് ജോലി തിരക്കുകൾക്ക് ഇടവേള നൽകി ഇവിടെ വന്ന് അല്പം വിശ്രമിക്കാനാകും. പ്രകൃതിയോട് ഇണങ്ങി നിർമ്മിച്ച ഒരു ചർച്ചും ഇതിനുള്ളിലുണ്ട്. പരമ്പരാഗത ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ രൂപവും ശാന്തമായ അന്തരീക്ഷവും ഈ ദേവാലയത്തെയും വേറിട്ട ഒരു കാഴ്ചയാക്കി മാറ്റുന്നു. ഇനി ആധുനിക മനിലയുടെ അടയാളമായ ഒരു എന്റർടൈൻമെന്റ് സെന്ററിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒക്കാഡ മനില അത്യാധുനികമായ ഡിസൈൻ രീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഗംഭീരമായ റിസോർട്ട് കോംപ്ലക്സ്. സ്റ്റീൽ, ഗ്ലാസ് എന്നിവ ഉപയോഗിച്ചുള്ള നിർമ്മാണം തന്നെ ആദ്യ കാഴ്ചയിൽ നമ്മെ അമ്പരപ്പിക്കും. ഈ ഗ്ലാസ് മേൽക്കൂരയ്ക്കുള്ളിലാണ് ഒക്കാഡ മനിലയിലെ സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഉള്ളിലേക്ക് കടക്കുമ്പോഴും നിർമ്മാണത്തിലെ ആഡംബരം തന്നെയാണ് നമ്മെ ആകർഷിക്കുക. പല വിഭാഗങ്ങളായി സമുച്ചയം തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തും തീമിലും വ്യത്യാസമുണ്ട്. രൂപകൽപ്പനയിലെ പൂർണ്ണത ഓരോ കോണിലും നമുക്ക് കാണാനാകും. ഷോപ്പിംഗ് ആണ് ഇവിടെ ഒരു പ്രധാന ആക്ടിവിറ്റി. ആഗോള ആഡംബര ബ്രാൻഡുകളുടെ എല്ലാം ഔട്ട്ലെറ്റുകൾ റിസോർട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇവിടെ ഷോപ്പിംഗ് പ്രായോഗികമാവില്ല. എങ്കിലും ഈ എഞ്ചിനീയറിംഗ് വിസ്മയം കണ്ടു നടക്കുന്നത് തന്നെ ഒരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും. റിസോർട്ടിന്റെ മധ്യത്തിലായുള്ളത് വിശാലമായ ഒരു തടാകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഫൗണ്ടനുകളിൽ ഒന്നാണിത്. സംഗീതത്തിന്റെ അകമ്പടിയോടെ സന്ധ്യയാകുന്നതോടെ ആരംഭിക്കുന്ന പ്രദർശനങ്ങൾ കണ്ണുകൾക്ക് ഒരു വിരുന്നായിരിക്കും. ചരിത്ര സ്മാരകമായ അഗ്നാൾഡോ ഷ്രൈനാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. തഗായ്തായ് ഹിൽ സ്റ്റേഷനിലേക്കുള്ള വഴിയിലെ കവീറ്റ് പട്ടണത്തിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസുകാരുടെ ചരിത്ര പുരുഷനായ എമിലിയോ അഗ്നാൾഡോയുടെ ഭവനം ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ഫിലിപ്പീൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില സംഭവങ്ങൾ നടന്നത് ഈ മാളികയിലാണ്. 1898 സ്പാനിഷ് കോളനി ഭരണത്തിൽ നിന്നും അഗ്നാൾഡോ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഈ വീടിന്റെ മട്ടുപ്പാവിൽ നിന്നായിരുന്നു. അതുപോലെ ആദ്യമായി ഫിലിപ്പീൻസിന്റെ പതാക ഉയർത്തിയതും ഇവിടെ തന്നെയാണ്. ആധുനിക ഫിലിപ്പീൻസിന്റെ ചരിത്രം തുടങ്ങുന്നതും ഈ വീട്ടിലാണെന്ന് ആലങ്കാരികമായി പറയാം. അഗ്നാൾഡോയുടെ വീട് ഇപ്പോൾ ഒരു ദേശീയ സ്മാരകമായി കണക്കാക്കി സംരക്ഷിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മകളും അവതരിപ്പിച്ചുകൊണ്ട് ഇവിടം മ്യൂസിയമാക്കിയും മാറ്റിയിട്ടുണ്ട്. 1 നൂറ്റാണ്ട് മുമ്പുള്ള ഫിലിപ്പീൻസിലെ ഒരു സമ്പന്ന ഭവനം എങ്ങനെയായിരുന്നു എന്ന് ഈ വീട് കാണുമ്പോൾ മനസ്സിലാകും. അഗ്നാൾഡോ തന്നെയാണ് വീട് രൂപകൽപ്പന ചെയ്തത്. സ്പാനിഷ് കൊളോണിയൽ ആർക്കിടെക്ചറിലുള്ള ഡിസൈൻ ഒരു കൊട്ടാരക്കെട്ടുപോലെ മനോഹരമാണ്. ഇതിൽ 1-ാം നിലയിലായിരുന്നു അഗ്നാൾഡോയുടെയും കുടുംബത്തിന്റെയും താമസം. അന്നത്തെ ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളുമെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
ഭരണരംഗത്ത് ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്നതിനാൽ അതീവ സുരക്ഷയോടെയാണ് വീട് നിർമ്മിച്ചിരുന്നത്. രഹസ്യ അറകളും ബോംബ് ഷെൽട്ടറുകളും വരെ വീട്ടിൽ കാണാനാകും. ഇനി നമുക്ക് നഗരത്തിൽ നിന്നും അല്പം ദൂരെയുള്ള തഗായ്തായ് ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. മനില നഗരത്തിൽ നിന്നും 1.5 മണിക്കൂർ യാത്ര ചെയ്യണം ഇവിടെ എത്താൻ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമുണ്ടായ മലനിരകൾ നിറഞ്ഞ മനോഹരമായ ഭൂപ്രകൃതിയാണ് തഗായ്തായിയുടെ ആകർഷണം. ഇവിടുത്തെ അഗ്നിപർവ്വതം ഇപ്പോഴും സജീവമാണ്. താൽ എന്നാണ് അഗ്നിപർവ്വതത്തിന്റെ പേര്. ലോകത്തിലെ സജീവമായ ഏറ്റവും ചെറിയ അഗ്നിപർവ്വതമെന്ന സവിശേഷത താലിനുണ്ട്. താൽ എന്നു തന്നെ പേരുള്ള തടാകത്തിലാണ് അഗ്നിപർവ്വതത്തിന്റെ സ്ഥാനം. ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് അഗ്നിപർവ്വത സ്ഫോടനം മൂലം രൂപം കൊണ്ട വിശാലമായ മറ്റൊരു കാൽഡറയിലും. താൽ അഗ്നിപർവ്വതത്തിന്റെ ചെറിയ കാൽഡറയ്ക്കുള്ളിലും കാണാം മറ്റൊരു ചെറിയ തടാകം. ഇത്തരത്തിൽ വളരെ സവിശേഷമായ ഭൂരൂപങ്ങളാണ് തഗായ്തായ് ഹിൽ സ്റ്റേഷനിൽ കാണാനാവുക. കൂടാതെ വർഷം മുഴുവനും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യവും സുഖകരമായ കാലാവസ്ഥയും കൂടി ചേരുമ്പോൾ തഗായ്തായ് ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനായി മാറുന്നു. ധാരാളം റിസോർട്ടുകൾ ഇപ്പോൾ കാൽഡറയുടെ ചരിവുകളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ ഓപ്പൺ എയർ ക്യാമ്പിംഗും ഇവിടെ സാധ്യമാകും. ബോട്ടിങ്ങും ഹൈക്കിങ്ങുമാണ് തഗായ്തായിലെ പ്രധാന ആക്ടിവിറ്റികൾ. 25 കിലോമീറ്ററോളം നീളമുള്ള തടാകം മുഴുവനും ബോട്ടിൽ സഞ്ചരിച്ച് കാണാനാകും. കൂടാതെ ക്രേറ്ററിന്റെ വശങ്ങളിലെ വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ആസ്വദിക്കാം. അഗ്നിപർവ്വത മുഖത്തേക്കുള്ള ഹൈക്കിംഗ് ആണ് ഏറ്റവും സാഹസികമായ ആക്ടിവിറ്റി. ഇതിനായി ബോട്ടിൽ തടാകത്തിലെ ദ്വീപിൽ ചെന്നിറങ്ങി ക്രേറ്ററിന്റെ മുകളിലേക്ക് നടക്കണം. സാധാരണക്കാർക്കും ഏർപ്പെടാൻ കഴിയുന്ന ആക്ടിവിറ്റിയാണിത്. തടാകവും അഗ്നിപർവ്വതവും കൂടാതെ പാർക്കുകൾ, എന്റർടൈൻമെന്റ് സെന്ററുകൾ എന്നിവയെല്ലാം സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തഗായ്തായിലെ ചരിത്ര പ്രാധാന്യമുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനാണ് പീപ്പിൾസ് പാർക്ക്. ഫിലിപ്പൈൻ ഏകാധിപതിയായിരുന്ന ഫെർഡിനാൻഡ് മാർക്കോസിന്റെ ഭാര്യ ഇമൽഡ മാർക്കോസ് നേതൃത്വം നൽകി നിർമ്മിച്ച പണിതീരാത്ത കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. അധികാരം ദുർവിനിയോഗം ചെയ്ത് ധൂർത്തടിച്ച ഇമൽഡ അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് കൊട്ടാരം നിർമ്മിച്ചത്. ഒടുവിൽ മാർക്കോസ് അധികാരത്തിൽ നിന്നും പുറത്തായപ്പോൾ പണികൾ പാതി വഴിയിൽ അവസാനിക്കുകയായിരുന്നു. പ്രദേശത്തെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഒന്നായ ഇവിടെ വ്യൂ പോയിന്റ്, വിസിറ്റേഴ്സ് സെന്റർ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. അവസാനമായി നാം പോകുന്നത് മനില ഉൾക്കടലിലെ ഒരു ദ്വീപിലേക്കാണ്. കൊറേഗിഡോർ ഐലൻഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മാരകമായ പഴയ സൈനിക കേന്ദ്രം. 2 മണിക്കൂറോളം കടലിലൂടെ യാത്ര ചെയ്യണം ദ്വീപിലെത്താൻ. കരയുടെയും കടലിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര വളരെ രസകരമാണ്. സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടം മുതൽ സൈനിക സാന്നിധ്യമുള്ള ദ്വീപായിരുന്നു കൊറേഗിഡോർ.
മനില ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന ഇടത്തായതിനാൽ സൈനിക നീക്കങ്ങളെ തുടക്കത്തിലെ പ്രതിരോധിക്കാൻ കഴിയുമെന്നതാണ് സൈനിക തലത്തിൽ പ്രാധാന്യമുണ്ടാവാൻ കാരണം. പിന്നീട് അമേരിക്ക ഫിലിപ്പീൻസിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും ദ്വീപിലെ സൈനിക താവളം നിലനിർത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പേൾ ഹാർബർ ആക്രമിച്ചുകൊണ്ട് ജപ്പാൻ യുദ്ധം തുടങ്ങിയതോടെ കൊറേഗിഡോർ ഐലൻഡ് പോരാട്ടഭൂമിയായി മാറുകയും ചെയ്തു. യൂറോപ്പിന് പുറത്ത് ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു കൊറേഗിഡോർ. നിലവിൽ ദ്വീപിനെ പൂർണ്ണമായും ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. തകർന്ന കെട്ടിടങ്ങൾ, ഭീമാകാരമായ പീരങ്കികൾ, ആയുധശാലകൾ, ഭൂഗർഭ താവളങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കാണാം. ഗൈഡഡ് ടൂറുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തെപ്പറ്റിയുള്ള ധാരാളം വിശദാംശങ്ങളും യാത്രയിൽ അറിയാനാകും. യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ചവർക്കായുള്ള സ്മാരകങ്ങളും പലയിടങ്ങളിലായുണ്ട്. അതോടൊപ്പം പോരാട്ടങ്ങളെയും അതിജീവനത്തെയും പ്രതീകവൽക്കരിക്കുന്ന മനോഹരമായ ഇൻസ്റ്റലേഷനുകളും. ഫിലിപ്പീൻസും മനില നഗരവും എത്രമാത്രം സമ്പന്നവും ആധുനികവുമാണെന്ന് നഗരം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ സമ്മേളിക്കുന്ന നഗരത്തിന്റെ സംസ്കാരം ഇന്ന് ലോകമെങ്ങും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്കിപ്പോൾ ധാരാളം ടൂറിസ്റ്റുകളും എത്തുന്നു. നഗരം മാത്രമല്ല, ചുറ്റുമുള്ള ട്രോപ്പിക്കൽ ഭൂപ്രകൃതിയും ഇവിടെ ഒരു കാഴ്ചയാണ്.